റോസ്മേരിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. റോസ്മേരി വാട്ടർ മുടി കൊഴിച്ചിൽ തടയാൻ നല്ലൊരു മരുന്ന് തന്നെയാണ്. കാരണം എനിക്ക് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമൊക്കെ എൻ്റെ വീഡിയോയ്ക്കകത്ത് കണ്ടാൽ മതി. എനിക്ക് പക്ഷേ മുടി കിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ മുടി കൊഴിയുന്നില്ല. അത് 100% സത്യമായി എനിക്ക് നല്ലതായിട്ട് പിടിച്ചു. ഇനി റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനായിട്ട് റോസ്മേരിയുടെ ഇലയും തണ്ടും കൂടെ കുറച്ചെടുത്താൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. ഒരുപാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണമൊക്കെ പോകും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മളെടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഇതിൻ്റെ ഇലയും ഇതിൻ്റെ തണ്ടും എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അളവ് പറഞ്ഞു തരാനൊന്നും കറക്റ്റ് അറിയത്തില്ല. 1 കപ്പ് വെള്ളത്തിനകത്ത് 1 കപ്പ് വെള്ളം മതി. 1 കപ്പ് വെള്ളത്തിനകത്ത് നമ്മൾ ഇതിട്ട് തിളപ്പിക്കണം. ഇതൊരു 1/2 കപ്പ് ആകുന്നിടം വരെ തിളപ്പിക്കുന്നത് നല്ലതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നല്ല അടപ്പുള്ള പാത്രത്തിൽ തന്നെ വേണം ഇത് തിളപ്പിക്കാൻ. കാരണം ഇത് തുറന്ന് വെച്ച് നമ്മൾ ഇത് തിളപ്പിക്കരുത്. കാരണം ഇതിൻ്റെ സ്മെല്ല് പോകാതിരിക്കാനും വേണ്ടി അങ്ങനെ ചെയ്യുന്നു. ഇത് തിളച്ചതിന് ശേഷം തണുപ്പിക്കാൻ വെക്കുമ്പോഴും ഇത് അടച്ച് വെക്കുക. പിന്നെ നമ്മൾ വേറെ പാത്രത്തിലോട്ടൊക്കെ മാറ്റി വെക്കുമ്പോഴും ഇത് അടച്ച് വെക്കുക, അതിൻ്റെ മണം പോകാതിരിക്കാൻ. ഇത് ഫുഡിനകത്ത് നല്ല ഫ്ലേവർ കിട്ടാനായിട്ടും ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കുക, ഒരുപാട് തീ വെക്കണ്ട, കുറച്ച് വെച്ചാൽ മതി. പിന്നെ ഇത് അടച്ച് വെച്ച് തന്നെ തിളപ്പിക്കുക. എന്നിട്ട് ഇതൊരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അന്നേരം നിങ്ങളിത് അടച്ച് വെക്കാൻ നോക്കുക. എന്നിട്ട് അരിച്ച് വേറൊരു ചെറിയ പാത്രത്തിലോട്ടാക്കിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഞാനൊരു സ്പ്രേ ബോട്ടിലോട്ടാണ് ഇതൊഴിച്ച് വെക്കുന്നത്. ഇത് നമ്മൾ തീർന്നു കഴിഞ്ഞ് നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തലമുടി കുറേശ്ശെ മാറ്റിയിട്ട് തലമുടിയുടെ തലയിലെ ഓട്ടിയയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുളിച്ചതിന് ശേഷം വേണമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. മുടി കൊഴിച്ചിൽ നല്ലതായിട്ട് കുറയുന്നുണ്ട്. എനിക്കിത് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകളിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തൈക്ക് വരുന്നത് 100 രൂപയാണ്. ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന അതേ പ്ലാന്റ് തന്നെയാണ് സെയിലിനായിട്ടുള്ളത്. അല്ലാതെ ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അറിയാവുന്നവരെല്ലാം ഈ കമൻറ്റ് ബോക്സ് കമൻ്റ് ഇടുക. ഇതും കൊണ്ട് അല്ലാതെ പ്രയോജനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും ഇതിന് ഭയങ്കര സ്മെല്ലാണ്. ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു മണമാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് സാധാരണ മണ്ണും ചാണകപ്പൊടിയും മണലും ഒക്കെ ഇട്ട് നട്ടാൽ മതി. ഒരുപാട് മഴയുള്ളിടത്തുനിന്ന് മാറ്റി വെക്കണം, ഒരുപാട് വെയിലുള്ളിടത്തുനിന്നും മാറ്റി വെക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക.